എൻ്റെ സമയം പൂർണ്ണമായും എൻ്റേതല്ലാതായി. എൻ്റെ ജീവിതം തിരക്കിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി. എങ്കിലും യാത്രകളെ ഞാൻ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. പുതിയ കാഴ്ചകളിലേക്കും ജീവിതങ്ങളിലേക്കും പുറപ്പെട്ടിറങ്ങാൻ എപ്പോഴും എൻ്റെ മനസ്സ് സജ്ജമായിരുന്നു. താരത്തിൻ്റെ ആടയാഭരണങ്ങൾ ഊരിവെച്ചുകൊണ്ട് മോഹൻലാൽ മനസ്സ് തുറക്കുകയാണ്. വാക്കുകൾക്കതീതമായി അമ്മയെയും സ്നേഹമുള്ള സുഗന്ധമായും കാറ്റായും പരക്കുന്ന അച്ഛനെയും ഓർക്കുമ്പോൾ ആ പഴയ 17 വയസ്സുകാരൻ ലാലുവിലേക്ക് അദ്ദേഹം തിരികെ നടക്കുന്നു. മൗനത്തിലൂടെ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്ന അരവിന്ദനെയും കാൽപ്പനികതയുടെ സുഗന്ധം പ്രസരിപ്പിച്ച പത്മരാജനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയുന്നു. ഒരു ആത്മകഥയുടെയോ ഓർമ്മക്കുറിപ്പിൻ്റെയോ പരിവേഷമില്ലാതെ ജീവിതത്തിൽ കടന്നുപോയ ചിലരെ ഓർക്കുമ്പോൾ താരമായ മോഹൻലാൽ എന്നതിനേക്കാൾ വിശ്വനാഥൻ നായരുടെ മകൻ എന്നറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മോഹൻലാലിലേക്ക് അദ്ദേഹം തിരികെ നടക്കുകയാണ്. ഇവിടെ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരത്തിൻ്റെ ഓർമ്മകൾ ഋതുമർമ്മരങ്ങളായി പെയ്തിറങ്ങുന്നു.